നമസ്കാരം, ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിടെ കുറേ മാൻകൂട്ടം നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ പതിയെ ഇങ്ങോട്ട് കയറിയതാണ്. അവരിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കാണുന്നുണ്ട് മാനാണ്, അതെല്ലാം കാട്ടിലെ മാനാണ്. കാട്ടുകോഴി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ എന്ത് ചെയ്യണം, ഞങ്ങളിവിടെ നിന്ന് വീഡിയോ എടുക്കണം. അപ്പോൾ അവർ നോക്കിയിട്ട് ഓടി പോവാണ്. മാൻകൂട്ടമാണ്. കിട്ടുന്നുണ്ടോ? സൂം ചെയ്ത് കിട്ടുന്നുണ്ടോ? കുറച്ചും കൂടി നോക്കി പറ്റിയോ. മാൻ കൂട്ടമാണ് നിറയെ ഇருக்கு. എല്ലാം അങ്ങോട്ട് പോയി. മാനംകൂട്ടത്തിനെ കണ്ട് ആളിതാ തിരിച്ചു വന്നിരിക്കുന്നു. എങ്ങനെയുണ്ട്? കുറേ ഉണ്ട് കേട്ടോ. അതിങ്ങനെ നമ്മളിങ്ങനെ ഞാനിങ്ങനെ ചെല്ലും തോറും അതിങ്ങനെ അങ്ങോട്ട് ഓടി. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ ആയിപ്പോയി. അപ്പോൾ പിന്നെ പോയ ആളുകളെല്ലാം തിരിച്ച് എന്ത് ചെയ്ത് അവർ അങ്ങോട്ട് തന്നെ തിരിച്ചു പോയി. അവിടെ എല്ലാം ഉണ്ട്. അവിടെ നിൽപ്പേണ്ടത്. പക്ഷെ നമ്മൾ ചെല്ലും തോറും അത് മാൻകൂട്ടാണ്. പിന്നെ ഉണ്ടല്ലോ കാട്ടുകോഴി കണ്ട്. കാട്ടുകോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിനകത്തുള്ള നൊണ്ടി കോഴിയല്ല, റിയൽ കോഴി തന്നെയാണ്. കാട്ടിൽ റിയൽ കോഴി തന്നെ ഉണ്ട്. ഒരു 3-4 എണ്ണത്തിനെ ഞാൻ എന്ത് ചെയ്തു കണ്ട് കോഴി. അപ്പം സാധാരണ കോഴിയുടെ പോലെ തന്നെ എടുക്കുകയും ചെയ്യുന്ന കാട്ടിലെ കോഴീനെ എന്ത് ചെയ്ത് കണ്ട്. ഇത് കംപ്ലീറ്റ് പുളിമരമാണ്. പുളിയാണ്. അതായത് ഇവിടുത്തെ കൃഷി എന്ന് പറഞ്ഞാൽ മാവും പുളിയാണ്. ഈ വർഷം എന്ത് ചെയ്യുന്നില്ല, പുളിയൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. ഇത് ഇതാണ് നമ്മുടെ കേരളത്തിലേക്കൊക്കെ എന്ത് ചെയ്യുന്നത്, ഇവിടുന്നാണ് പുളികളൊക്കെ വരുന്നത്. ഇത് നിറച്ചും പുളിമരമാണ്. അപ്പോൾ അതിന് ഇടയിൽ കൂടെയാണ് ഈ കാട്ടിൽ നിന്ന് വരുന്ന മാനാണ് ഇവിടെ എല്ലാം പുല്ല് തിന്നാനും വെള്ളം കുടിക്കാനൊക്കെ അവരിഞ്ഞ് ഇവിടെ തന്നെയാണ് അവരുടെ താവളം. ഇവിടെ തന്നെയാണ് ഉള്ളത്. കുറേ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ അതിൽ സൂം ചെയ്ത് കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? കിട്ടിയോ? കിട്ടിയോ? ഓടണൊക്കെ കിട്ടി. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം. മയിലും ഉണ്ട് കേട്ടോ ഇവിടെ. മയിലുണ്ട്. മൺപുറ്റ്. ഇതാണ് മൺപുറ്റ്. ചെറിയ പുറ്റ്. ഇത് ചെറുതാ. ഇത് ചെറുതാ. ഇത് കണ്ട, ഇതാണ് മൺപുറ്റ്. ഇത് മൺപുറ്റാണിത്. ഇങ്ങനെ കാണിച്ചു തന്ന ഇത് ഔഷധമാണിത്. എന്ത്? കണ്ടറിയാം ഔഷധമാണോ വിഷമാണോ. ഇതിനകത്തെല്ലാം വെറുതെ കായ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ പഴുത്തത് ഇത് മാത്രമേ ഉള്ളൂ. ഇത് കാണിച്ചത് മൺപുറ്റ്. ഇത് കണ്ട, ഇതൊക്കെ ആയുർവേദത്തിന് യൂസ് ചെയ്യണ മണ്ണാണ് ഇതെല്ലാം.
ഇത് കാട്ടിലെ കറിവേപ്പിലയാണ് കേട്ടോ. മണമുണ്ട്, ഭയങ്കര ആ സ്മെല്ല. നല്ല സ്മെല്ലുണ്ട്. കാട്ടിലെ കറിവേപ്പിലയാണിത്. പിന്നെ ഇത് ഈ സംഭവം കണ്ടോ, ഇതാണ് കാണിക്കേണ്ടത്. ഇത് കണ്ടോ, ഈ ചെടി മുള്ളും ഉണ്ട് എൻ്റെ കയ്യിൽ. ചങ്ങലം വരണ്ട. ഇതാണ് ചങ്ങലം വരണ്ട. അതാ ഇതാണ് ചങ്ങലം വരണ്ട. കണ്ടോ, ഇതിൻ്റെ തണ്ടാണ് നടുന്നത് കേട്ടോ. ഇത് ഭയങ്കര മെഡിസിനാണ്. അതായത് പണ്ട് കാലങ്ങളിലെല്ലാം അമ്മമാർ ഈ സംഭവം എന്ത് ചെയ്യും, തോരൻ വെക്കും, പിന്നെ ചട്നി ഉണ്ടാക്കും. അതായത് ചമ്മന്തിപ്പൊടി ഇല്ലേ, നമ്മൾ തേങ്ങ വറുത്ത് പൊടിക്കുന്ന ചമ്മന്തിപ്പൊടിയിൽ ഇത് അരിഞ്ഞ് വറുത്ത് പൊടിച്ച്, ഇത് ഭയങ്കരമായിട്ട് മാർക്കറ്റിംഗ് പോകുന്ന സാധനമാണ് ചങ്ങലം വരണ്ട. ഇത് ജോയിൻറ്റ് പെയിൻ, അതായത് നമ്മൾ വീഴുമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലിനൊക്കെ ബലം കിട്ടാനൊക്കെയാണ് ഈ സാധനം എന്ത് ചെയ്യുന്നത്, തോരൻ വയ്ക്കുക. ഇത് അവിടെ എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്, കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം പക്ഷേ ഇതുകൊണ്ട് എണ്ണ എന്ത് ചെയ്യാം, കാച്ചാം. ഇതിൻ്റെ ഓയിലിനും ഭയങ്കര വിലയാണ്. എൻ്റെ കാലിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ചോദിച്ചപ്പോഴാണ് ഇത് എനിക്കൊരു തമിഴ് കുട്ടിയെ പറഞ്ഞു തന്നത്. ചങ്ങലം വരണ്ടെന്ന് പറഞ്ഞ ചേച്ചി അരച്ച് ചട്നിയോ ഗ്രേവിയോ ഒക്കെ ആക്കി കഴിക്കണം, നല്ലതാണ്, കാലിന് നല്ല ബലം കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ഇതുണ്ടല്ലോ, ഇത് അരിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നറിയോ, എള്ളെണ്ണയിൽ എന്ത് ചെയ്യണം, എള്ളെണ്ണയിൽ കാച്ചി എന്ത് ചെയ്യണം, എടുക്കണം ഓയിൽ. അത് നമുക്ക് കാലിനൊക്കെ പരട്ടിയാൽ വേദനയ്ക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതാണ് ചങ്ങലം വരണ്ട. കാട്ടിലൊക്കെയാണ് ഇത് കൂടുതലും എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്. പക്ഷേ ഇത് നട്ട് വളർത്തുകയും ചെയ്യും. നമ്മുടെ വീട്ടിലൊക്കെ ഇതൊരു ചെറിയ തണ്ട് പിടിപ്പിച്ചാൽ മതി, ഇഷ്ടം പോലെ എന്ത് ചെയ്യും, ഉണ്ടാവും. ഇതൊരു മുള്ളു മരം, മുള്ളാണിത്. അപ്പോൾ ഞാൻ ആദ്യം ഇറങ്ങുന്നു. അപ്പൊ എന്താ, അപ്പോൾ വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ചതല്ല. അപ്പോൾ എന്ത് ചെയ്താണ്, പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്താണ്, വീഡിയോ എടുത്തതാണ്. വളരെ പോസിറ്റീവാണ് കേട്ടോ, ഭയങ്കര സന്തോഷമാണ്. ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്കൊരു ടെൻഷനും ഇല്ല, നമ്മളെ ആരും ശല്യം ചെയ്യത്തില്ല, നമ്മളെ ആരും ഇറിറ്റേഷൻ ആക്കത്തില്ല, വളരെ ശാന്തതയാണ്. ഇതൊക്കെ ജീവിതത്തിൽ കിട്ടുന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളാണ്. കുറേ പണവും കുറേ വീടും വെച്ച് കുറേ തിന്ന് പൊളിഞ്ഞിരിക്കുന്നതൊന്നുമല്ല കാര്യങ്ങൾ. ഇതൊക്കെയാണ് റിയൽ ജീവിതം. അല്ലെങ്കിൽ റിയലായിട്ട് നമ്മൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അസുഖങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. വളരെ പോസിറ്റീവാണ്, വളരെ ശുദ്ധവായുവാണ്, വളരെ എല്ലാം കൊണ്ടും നല്ല ഒരു ഇതാണ്. നമുക്ക് ഇവിടെ വന്നാൽ, അതായത് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ടെൻഷനൊക്കെ എന്ത് ചെയ്യും, മാറിപ്പോകും. നമ്മൾ ഈ മനുഷ്യരുടെ കിടന്ന് ഈ കുറേ തിന്ന് പൊളിഞ്ഞ് കുറേ പോത്തിനെയും വെച്ച് തിന്ന് കുറേ പ്രാന്ത് പിടിച്ച് കുറേ പാസ്റ്റർമാർ അതാ ഇതാന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം ഉണ്ട്. അങ്ങനെയുള്ളതിനെല്ലാമാണ് പ്രാന്ത്. അങ്ങനെയുള്ളതിനെല്ലാം ശരിക്കും യഥാർത്ഥമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ റിയൽ ലൈഫ് എന്താണെന്ന് അറിയത്തില്ല ഈ പാസ്റ്റർമാർക്ക്. അറിയോ, കുറേ ബൈബിള് എടുത്ത് ഫ്രണ്ടിൽ വെച്ച് അത് വായിച്ച് കുറെ തിന്ന് പൊളിഞ്ഞ ആളുകളെ എങ്ങനെയാലും എന്ത് ചെയ്യണം, പക്ക ഫ്രോഡാണ് പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ. പക്ക ഫ്രോഡാണ്, ഉടായിപ്പിന്റെ ആളുകളാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒമാര് വിദേശ പണങ്ങളാണ് തട്ടണത്. ഇത് കേട്ടിട്ട് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തക്കതായ മറുപടി ഞാൻ തരാം, തക്ക ആൻസർ ഞാൻ തരാം. ഉണ്ടായ കാര്യങ്ങൾ ഞാൻ റിയലായിട്ട് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞത്. ഞാൻ ഒന്നും കാണാതെ ഒന്നും സംസാരിക്കത്തില്ല. സംസാരിച്ചാൽ അത് ആധികാരികമായിട്ട് തന്നെ എന്ത് ചെയ്യും, സംസാരിക്കണം. അങ്ങനെ ആരും പേടിച്ചിട്ടൊന്നുമല്ല പാസ്റ്റർമാർക്ക്. പക്ഷെ ഞാൻ പറഞ്ഞെന്താ, ബൈബിളിനകത്ത് ശരിക്കും പറയുന്നുണ്ട്, മാൻപേടകൾ പ്രസവിക്കുന്നു, അതിന് പെട്ടെന്ന് നോവ് വരുന്നു, അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, പ്രസവിക്കുന്നു. അത് കാട്ടിലാണ്. ഈ മാനുകളെല്ലാം പെറ്റ് പെരുകി അത്രയും ഞങ്ങൾ മാൻകൂട്ടങ്ങളെ കണ്ടത്. ബൈബിളിലും എഴുതിയിട്ടുണ്ട് മാൻകൂട്ടങ്ങളുടെയൊക്കെ വാക്യങ്ങൾ. അതിന് പെട്ടെന്ന് നോവ് വന്നു, അത് അവിടെ തന്നെ എന്ത് ചെയ്യുന്നു, പ്രസവിക്കുന്നു. അല്ലേ, ഒത്തിരി കൂട്ടം കണ്ടില്ല കണ്ണ, ഒത്തിരി മാൻകൂട്ടങ്ങളെ നമ്മൾ കണ്ടു.